നമ്മൾ ആർക്കൊക്കെ വേണ്ടി ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയോ ഇവരാരും നമ്മുടെ രക്ഷകരായിട്ടുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അതിന്റെ പാർട്ടി നേതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ല, എനിക്കറിയാം അത് ഹറാമാണെന്ന്. പക്ഷേ എന്റെ പാർട്ടി ലീഡർ പറയുമ്പോ ഞാൻ കേൾക്കണ്ടേ? അതേ, രാഷ്ട്രീയം മൂത്ത് തലയിൽ കയറിയിട്ട് ചില നേതാക്കന്മാരുടെ കൽപ്പന അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നേതാക്കന്മാർക്ക് വേണ്ടി റോട്ടിൽ കിടന്ന് തുള്ളുന്ന അനുയായികളില്ലേ, പടച്ചറപ്പ് വിരോധിച്ച പലതും അവർ ചെയ്യുന്നില്ലേ? അതേ, സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പാർട്ടി ഓഫീസുകളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന, തബലയടിക്കുന്ന, കുഴലൂരുന്ന, ഹാർമോണിയം മീട്ടുന്ന, അതേ പടച്ചറപ്പിന്റെ അതേ ഏറ്റവും വലിയ കോപത്തിന് വിധേയരായി തീരുന്ന ഒട്ടേറെ പ്രവൃത്തികളാ പാർട്ടി വളർത്താനും വോട്ട് കിട്ടാനും വേണ്ടി റോട്ടിലൂടെയും പാർട്ടി ഓഫീസുകളിലും നടത്തുന്ന മുസ്ലിം പേരുള്ള സംഘടനയുടെ അനുയായികളില്ലേ? ഈ നേതാക്കന്മാർ നാളെ മഹ്ശറിൽ എത്തുമ്പോ നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ ഡാൻസ് ആടിയത്, നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ സ്റ്റേജിൽ കയറി പാടിയതെന്ന് പെണ്ണെ നീ പറഞ്ഞാൽ, അതേ നിങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കൊടിയെടുത്തിട്ട് അതേ ചെണ്ടയും ബാൻഡും കുഴലുത്തുമായിക്കൊണ്ട് ഞങ്ങൾ അങ്ങാടിയിലൂടെ പട്ടണം ചുറ്റി പ്രദർശനം നടത്തിയതെന്ന് പറഞ്ഞാൽ ഒരു നേതാവും രക്ഷപ്പെടുത്താൻ വരില്ല. സർവ്വ നേതാക്കന്മാരും അവിടെ അവരവരുടെ കാര്യം നോക്കി കൈയൊഴിയുന്നു, തോളൊഴിയുന്നു. ബാധ്യത വിട്ടൊഴിയുമ്പോൾ അവനവന്റെ കാര്യം എന്ത് ചെയ്യും? ഇത് ചിന്തിക്കാനാ അല്ലാഹു പറയുന്നത്, ഇത് ചിന്തിക്കാനാ. എത്ര മനുഷ്യന്മാരോട് എത്ര പറഞ്ഞാലും പിന്നെയും കാണാം രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ ഹറാമ് ചെയ്യുന്നു. അവർക്കറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ ഹറാമാണെന്ന്. പക്ഷേ പാർട്ടി നേതാവ് പറഞ്ഞില്ലേ, നേതാവ് പറഞ്ഞോ പിന്നെ ചെയ്യാനൊക്കുമോ? അതേ, രാഷ്ട്രീയം എന്ന കുളിമുറിയിൽ ഇത്തിരിയൊക്കെ തുണി ഉരിയാറ് നടക്കൂലെന്ന് പറഞ്ഞിട്ട് അതേ നേതാക്കന്മാർക്ക് ഒപ്പിച്ചുകൊണ്ട് ദീന് വിൽക്കുന്നു. അതേ, സംഘടനയുടെ ആളുകൾക്ക് വേണ്ടി സത്യം മനസ്സിലായാലും എന്റെ സംഘടനയിലെ ആളാണത് ചെയ്തത് എന്നതുകൊണ്ട് ന്യായീകരിക്കാൻ നോക്കുന്ന അനുയായികളില്ലേ, മഹ്ശറിൽ രക്ഷപ്പെടുമോ? ഒരു സംഘടനയുടെ നേതാവും, അത് മതസംഘടനയാണെങ്കിലും രാഷ്ട്രീയ സംഘടനയാണെങ്കിലും പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ആരെങ്കിലും വാക്ക് കേട്ടിട്ട് അതേ ഏതെങ്കിലും പ്രവൃത്തികളിലേക്ക് ഹറാമിൽ ചെന്ന് ചാടിയാൽ മഹ്ശറിൽ തുണയുണ്ടാവില്ല. അവിടെ വെച്ച് തർക്കിക്കുകയല്ലാതെ ആ തർക്കം നടത്തുമ്പോൾ പടച്ചറപ്പ് എന്ത് പറയും? ലാ തഖ്തസിമൂ ലദയ്യ, എന്റെ അടുക്കൽ തർക്കം വേണ്ട, നിങ്ങളൊക്കെ കണക്കാണ്, എല്ലാവർക്കും ശിക്ഷയുണ്ട്, എല്ലാവർക്കും ഇരട്ടിയുണ്ട്, ഇവിടെ വെച്ച് തർക്കം വേണ്ട. പടച്ചറപ്പ് പറയുന്നു, ഓ കുടുംബങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ കുടുംബക്കാരുടെ പ്രീതിക്ക് വേണ്ടി, നാട്ടുകാരുടെ പ്രീതിക്ക് വേണ്ടി ദീനി അഡ്ജസ്റ്റ് ചെയ്യുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, പരലോകത്ത് നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞുകുട്ടി പോലും നമ്മുടെ വക്കാലത്ത് ഏൽക്കാനുണ്ടാവില്ല കേട്ടോ, നമ്മുടെ പാപഭാരം ഏൽക്കാനുണ്ടാവില്ല കേട്ടോ. എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണ്, എന്റെ നാഥന്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് ഞാൻ എന്റെ വിവരം പറയണ്ടേ? അവിടെ എന്നെ പ്രേരിപ്പിച്ച ഭർത്താവ് വരില്ലല്ലോ, ഭാര്യ വരില്ലല്ലോ, ഉപ്പയും ഉമ്മയും വരില്ലല്ലോ, അളിയാക്ക വരില്ലല്ലോ, ഇളയമ വരില്ലല്ലോ, അമ്മായി വരില്ലല്ലോ, ഒരു പാർട്ടി നേതാവും വരില്ലല്ലോ. അതേ അതേ, തന്റെ കാര്യം രക്ഷപ്പെട്ടാലല്ലാതെ അവിടെ രക്ഷയില്ലെന്ന ബോധോദയം ഉണ്ടാക്കാൻ പടച്ചറപ്പ് ഇവിടെ നിന്ന് തന്നെ ഈ തർക്കങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു.